ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമുക്ക് നവരാത്രി 2-ാം ദിവസമായ ഒക്ടോബർ 4 വെള്ളിയാഴ്ച ദേവിയെ ഏത് ഭാവത്തിൽ, ഏത് രൂപത്തിൽ, ഏത് മന്ത്രത്തിൽ ധ്യാനിക്കണം എന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം 1-ാം ദിവസം ദേവിയെ ആരാധിക്കുവാനുള്ള ഭാവവും ശൈലപുത്രി ഭാവവും അതിനുള്ള മന്ത്രവും ഇട്ടിരുന്നു. അത് എല്ലാവരും അത് ജപിക്കുന്നുണ്ടോ എന്ന് കരുതുന്നു. വന്ദേ വാഞ്ചിത ലാഭായ ചന്ദ്രാർത്ഥാകൃത ശേഖരാം വൃഷാരൂഢാം ശൂലധരാം ബാല ശൈലപുത്രി യശസ്വിനി. വന്ദേ വാഞ്ചിത ലാഭായ ചന്ദ്രാർത്ഥാകൃത ശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രിയും യശസ്വിനി. ഈ മന്ത്രമാണ് 1-ാം ദിവസം നാം ജപിക്കേണ്ടത്. എന്നാൽ 2-ാം ദിവസം ദേവിയെ ആരാധിക്കുന്നത് നമ്മൾ ബ്രഹ്മചാരിണി രൂപത്തിലാണ്. ബ്രഹ്മചാരിണിയായി ദേവിയെ സങ്കല്പിച്ചാണ് ആരാധിക്കേണ്ടത്. ആ ദേവി ബ്രഹ്മചാരിണിയായി നിൽക്കുന്ന രൂപം ഇതിനകത്തിൽ ഞാൻ അതിൻ്റെ പിക്ചർ ഇടാം. അതായത് ദേവിയുടെ കയ്യിൽ ജപമാലയും കമണ്ഡലവും ഏന്തി തപസ് ചെയ്യുന്ന രൂപത്തിലുള്ള ദുർഗയാണ് ബ്രഹ്മചാരിണിയായി നാം സങ്കല്പിക്കേണ്ടത്. കയ്യിൽ കമണ്ഡലവും വേണം, ജപമാലയും വേണം. എന്തിനാണ് ദേവി തപസ്സനുഷ്ഠിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം ശൈലപുത്രിയായ ബാലസ്വരൂപിണിയായ ദേവിയെയാണ് 1-ാം ദിവസം ആചരിക്കുന്നതിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ സതീദേവിയുടെ ദേഹവിയോഗത്തിന് ശേഷം ഭഗവാൻ ശിവൻ വളരെ കഠിനമായ വൈരാഗ്യത്തിൽ മുഴുകി ജീവിക്കുന്ന അവസരത്തിലാണ് സതീദേവി വീണ്ടും ഹിമവാന്റെ മകളായി ശൈലപുത്രിയായി ഹൈമ എന്ന പേരിൽ, അതായത് ഹിമവാന്റെ മകൾ ഗിരിജ, ഈ പേരുകളിലെല്ലാം ദേവിയെ അറിയപ്പെടുന്നു. ദക്ഷന്റെ മകളായി സതീദേവി ജനിച്ചപ്പോഴാണ് ദാക്ഷായണി എന്ന നാമം ദേവി സ്വീകരിച്ചത്. അതിനുശേഷം ശൈലപുത്രിയായി ഹിമവൽ സുതയായി ദേവി ജനിക്കുന്നു. അങ്ങനെ ബാല്യത്തിൽ തന്നെ ഒരു വളരെ ഭഗവാനോട് വളരെ ഭക്തിയുള്ള ആത്മീയമായ ചിന്തകളോട് നടക്കുന്ന മോളായിരുന്നു ദേവി. അപ്പോൾ ദേവിയുടെ ജന്മ ഉദ്ദേശം തന്നെ ശിവഭഗവാനിൽ ചെന്ന് ലയിക്കുക എന്നുള്ളതാണ്. കൗമാരപ്രായമൊക്കെ ആയപ്പോഴേക്കും ദേവിയുടെ ഉള്ളിൽ ഒരേ ഒരു രൂപം, ഒരേ ഒരു ചിന്ത മാത്രം, സാക്ഷാൽ പരമശിവനെ എങ്ങനെ തൻ്റെ ഭർത്താവായി സ്വീകരിക്കണം എന്ന്. മഹാശിവനോ ജടാവൽക്കലധാരിയായി ഒന്നിലും ഒരു താല്പര്യവുമില്ലാതെ കഠിനമായ ആ വൈരാഗ്യത്തിൽ, ആ വിരക്തിയിൽ ധ്യാനനിമഗ്നനായി എപ്പോഴും ധ്യാനനിമീലമായ മിഴികളോടുകൂടി അന്തർമുഖനായി ഇങ്ങനെ എല്ലായ്പ്പോഴും കഴിയുകയാണ്. ആ ഭഗവാനെ ഒരു കുടുംബജീവിതത്തിലേക്ക്, ദാമ്പത്യ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുവാൻ പാർവതീദേവിക്ക് കഴിയുമോ? അതിനുവേണ്ടി നാരദ മഹർഷി ഒരു ദിനം ഈ നമ്മുടെ ദേവിയോട്, ബാലസ്വരൂപിണിയായ നമ്മുടെ ഹൈമവതിയോട്, അല്ലെങ്കിൽ ഹേമയോട്, അല്ലെങ്കിൽ ഗിരിജാ സുതയോട് പറയുന്നു, ഭഗവാനെ സ്വന്തമാക്കുക എന്നുള്ളതാണല്ലോ ദേവിയുടെ ആഗ്രഹം. അതിനുവേണ്ടി ഇങ്ങനെ വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ഭഗവാന്റെ മനസ്സറിയണമെങ്കിൽ കഠിനമായ വ്രതം തന്നെ ആചരിക്കണം, അതിനുവേണ്ടി തയ്യാറെടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ നാരദ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിയെ ബ്രഹ്മചാരിണി എന്ന രൂപത്തിലാണ് നാം പ്രാർത്ഥിക്കുകയും ആ നാമം ദേവിക്ക് ലഭിച്ചതും അതുകൊണ്ടാണ്. ബ്രഹ്മം എന്ന വാക്കിന് തന്നെ, ബ്രഹ്മശബ്ദത്തിന് തന്നെ തപസ് എന്നതാണ് അർത്ഥം. തപസ് എന്ന അർത്ഥമുണ്ട്, ബ്രഹ്മ എന്ന നിരന്തരം വളരുന്ന എന്നൊരർത്ഥമുണ്ട്, പല അർത്ഥമുണ്ട്. എന്നാലും തപം എന്ന അർത്ഥവും ഉണ്ട്. അപ്പോൾ തപസ് ചെയ്യുന്നവളാണ് ദേവി. എന്ന് വെച്ചാൽ ദേവി തപസ് അനുഷ്ഠിച്ചത് ചെറിയ കാര്യമൊന്നുമല്ല. നൂറ്റാണ്ടുകളായി ദേവി തപസ് അനുഷ്ഠിച്ചു എന്നാണ് ദേവി മഹാത്മ്യത്തിലൊക്കെ പറയുന്നത്. നൂറ്റാണ്ടുകൾ ദേവി ആദ്യമൊക്കെ ഇങ്ങനെ ജലവും ഫലങ്ങളും ഒക്കെ കഴിച്ച് തപസ് അനുഷ്ഠിച്ചു. പിന്നീട് ദേവി ഉണങ്ങിയ ഇലകൾ, പച്ചിലകൾ മാത്രം കഴിച്ച് തപസ്സനുഷ്ഠിച്ചു. തളിരുകളും പച്ചിലകളും ഒക്കെ കഴിച്ചു. പിന്നീട് ഉണങ്ങിയ ഇലകൾ മാത്രം കഴിച്ചു.
അങ്ങനെ 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 ശരീരം തീരെ എല്ലാ തരത്തിലും ശരീരം തളർന്ന് മെലിഞ്ഞ് കൃശഗാത്രയായി തപസ്സിൻ്റെ ആ കാഠിന്യം കാരണം ബലത്തിൻ്റെ ആ അഗാധമായിട്ടുള്ള ധ്യാനത്തിൻ്റെ ആ ഒരു സൗന്ദര്യം, ആത്മീയ തേജസ്, ശരീരത്തെ ചിന്തിക്കാതെ ആത്മാവിനെക്കുറിച്ച് മാത്രം ഓർത്ത് ആത്മാവിൽ അങ്ങനെ ജീവിക്കുന്ന വ്യക്തിക്ക് ആത്മ തേജസ് വർദ്ധിച്ച് അത് എല്ലാവരിലേക്കും ഒരു ആകർഷണം ഉണ്ടാക്കുന്ന വിധത്തിൽ വളരെ ആത്മീയമായ ഉയർന്ന ഒരു തേജസ് ആയിരിക്കും ആ വ്യക്തിയിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ദേവിയുടെ സൗന്ദര്യം ശരീരം ക്ഷീണിച്ചെങ്കിലും ആ ശരീരത്തിൻ്റെ സൗന്ദര്യത്തെക്കാൾ ഉപരി ആത്മ തേജസ് വർദ്ധിച്ച് ആര് കണ്ടാലും കൊതിക്കുന്ന ത്രിലോക സുന്ദരിയായി ദേവി മാറി. പക്ഷെ ദേവിയുടെ തപസ് ഇങ്ങനെ കഠിനമായി, അങ്ങനെ ആ തപസ് അനുഷ്ഠിക്കുന്ന സമയത്ത് ദേവി ഇലകൾ പോലും ഉപേക്ഷിച്ചു. ഈ ഉണങ്ങിയ ഇലകൾ ഭക്ഷിക്കുന്നത് പോലും ഉപേക്ഷിച്ചതിനാൽ ദേവിക്ക് വന്ന പേരാണ് അപർണ എന്ന പേരുണ്ടായത്. അപർണ, പർണം പോലും ഉപേക്ഷിച്ചവൾ. എന്നുവെച്ചാൽ ഒരു ഇലയുടെ ഒരു നുള്ളു പോലും കഴിക്കാതെ, ഒന്നും കഴിക്കാതെ കഠിനമായ വ്രതത്തിൽ വായു മാത്രം ഭക്ഷണമാക്കി സ്വീകരിച്ച അങ്ങനെ വ്രതം അനുഷ്ഠിച്ചപ്പോൾ ദേവന്മാർക്കും എല്ലാവർക്കും പ്രപഞ്ചത്തിന് തന്നെ ഒരു ചലനമുണ്ടായി ദേവിയുടെ ഈ ഭയങ്കരമായിട്ടുള്ള ഈ തപശ്ചര്യയിൽ. കാരണം ദേവിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ തപസ്സിൻ്റെ ആ കാഠിന്യത്തിലൂടെ വരുന്ന ആ തിരമാലകളാകുന്ന ആ ചിന്തകൾ, ആ ആഗ്രഹങ്ങൾ, ഇതെല്ലാം പ്രപഞ്ചത്തെ ബാധിക്കും, പ്രകൃതിയെ ബാധിക്കും. അങ്ങനെ ദേവന്മാർക്ക് ഇരിക്കാൻ വയ്യാതെയായി. എല്ലാ ലോകത്തുമുള്ളവർക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇതിൻ്റെ കാരണം തിരക്കിയപ്പോഴാണ് ദേവിയുടെ അചഞ്ചലമായ ആ തപസ്സിന് ഒരു മാറ്റമില്ലാതെ, ആ തപസ്സിനൊരു തീരുമാനമില്ലാതെ, ഇതിനൊന്നും ഒരു ഈ ദേവിയുടെ ഈ ഇത്രയും വലിയ ശക്തമായ തപസ്സിൻ്റെ ഫലം കിട്ടാതെ ഈ മറ്റുള്ളവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നു. അത്രയും ഉഗ്ര തപസ്സായിരുന്നു ദേവിയുടേത്. അങ്ങനെ ദേവന്മാരുടെ നിർദ്ദേശമനുസരിച്ചാണ് മഹാശിവൻ, വിഷ്ണു ഭഗവാന്റെയും ബ്രഹ്മദേവൻ്റെയൊക്കെ നിർദ്ദേശമനുസരിച്ച് ഭഗവാൻ പരമശിവനിലേക്ക് പാർവതി ദേവിയുടെ ഒരു ചിന്ത പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭഗവാനെ സ്വന്തമാക്കുവാൻ വേണ്ടി പാർവതി ദേവി തപസ് അനുഷ്ഠിക്കുന്ന ആ ഭാവമാണ് ഈ ബ്രഹ്മചാരിണി രൂപം. കയ്യിൽ കമണ്ഡലവും ജപമാലയുമായി ഭഗവാന് വേണ്ടി കാത്തിരിക്കുന്ന, തപസ്സനുഷ്ഠിക്കുന്ന ദേവി. അപ്പോൾ ദേവിയെക്കുറിച്ച് നമ്മൾ ഈ 2-ാം ദിവസം നമ്മൾ ദേവിയെ ആരാധിക്കുമ്പോൾ ജപിക്കേണ്ട ധ്യാനവും എഴുതിയിടുകയും ചെയ്യാം. ഇതൊന്നും കേൾക്കുക. ദധാന കരപത്മാഭ്യാം അക്ഷമാല കമണ്ഡലോ ദേവി പ്രസീദതു മയി ബ്രഹ്മചാരിണ്യ അനുത്തമ. ദധാന കരപത്മാഭ്യാം അക്ഷമാല കമണ്ഡലു ദേവി പ്രസീദതു മയി ബ്രഹ്മചാരിണ്യ അനുത്തമ. ദധാന കരപത്മാഭ്യാം അക്ഷമാല കമണ്ഡലു ദേവി പ്രസീദതു മയി ബ്രഹ്മചാരുണ്യ അനുത്തമ. ഈ മന്ത്രം ജപിക്കുക. ഭക്തിപൂർവ്വം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം 2-ാം ദിവസം ദേവിയെ ആരാധിക്കുവാൻ. 2-ാം ദിവസം ദേവിക്ക് മധുരം, പഞ്ചസാര ഒക്കെ ചേർത്തുള്ള മധുര പലഹാരമോ പായസമോ അല്ലെങ്കിൽ പഞ്ചസാര മാത്രമോ ആയി ദേവിക്ക് നമുക്ക് നിവേദ്യം സമർപ്പിക്കാം. നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. 1-ാം ദിവസം നെയ്യ് ദേവിക്ക് സമർപ്പിക്കൂ എന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മളൊരു പുതിയ നെയ്യ് മേടിച്ച് വേണം വയ്ക്കേണ്ടത്. എല്ലാ ദിവസവും ഒരു നെയ്ത്തിരി ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. തെറ്റിപ്പൂ മാലയൊക്കെ, ചുവന്ന അല്ലെങ്കിൽ റോസയോ തെറ്റിയോ ഒക്കെ നമ്മുടെ മുറ്റത്ത് നിൽപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് മാല കിട്ടി ദേവിക്ക് സമർപ്പിക്കണം. ദേവിയെ അണിയിക്കണം. ദേവിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപമോ ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ 2-ാം ദിവസം ദേവിയെ ബ്രഹ്മചാരിണിയായി പ്രാർത്ഥിക്കുക, സങ്കല്പിക്കുക. ദേവിക്ക് വേണ്ടി എന്തെങ്കിലും നിവേദ്യങ്ങൾ, മധുര നിറഞ്ഞ ഏതെങ്കിലും ഒരു നിവേദ്യം സമർപ്പിക്കുക. ദേവി നാമജപത്തോടുകൂടി ലളിതാ സഹസ്രനാമ പാരായണം നിത്യേന നടത്തുക. 2 നേരം അത് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ദേവി മാഹാത്മ്യത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. ദേവി മാഹാത്മ്യം പാരായണം ചെയ്യാം. അത് വീടുകളിലുള്ളവർ, പാരായണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങൾ അതിനുവേണ്ടി ചിലവഴിക്കുക. ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവർക്കും
എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. സർവകർമ്മങ്ങളും ഭഗവാന്റെയും ശ്രീ മഹാമായയുടെയും പാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.